കൊല്ലം കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സർവീസ് റോഡ് മിടിഞ്ഞു താണു. ഏതാണ്ട് നമ്മൾ ഈ ദേശീയപാത തകർച്ചയുടെ എല്ലാ സ്ഥലങ്ങളും കണ്ട സെയിം കാഴ്ച. ആ പറയുന്ന സൈഡ് വാള്, അതിനോട് ചേർന്ന് നിൽക്കുന്ന റോഡ്, അത് താഴേക്കിരുന്ന് ഭൂമി താന്ന് അത് താഴേക്കിരുന്ന് പോവുക, സർവീസ് റോഡും ഇരുന്ന് പോവുക. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ട ദേശീയപാത തകർച്ചയുടെ അതേ കാഴ്ച നമ്മൾ കൊല്ലത്തും കാണും. നേരത്തെ നമ്മൾ മലബാർ മേഖല വടക്കോട്ടാണ് ഈ ദൃശ്യങ്ങൾ കൂടുതൽ കണ്ടതെങ്കിൽ ഇതിപ്പോൾ കൊല്ലത്ത് മൈലക്കാടാണ് നിർമ്മാണത്തിന് ദേശീയപാത തകർന്നു വീണത്. അശ്വി, ഇപ്പോൾ കൊല്ലം കൊട്ടിയം മൈലക്കാടിനാണ് ഈ നിർമ്മാണത്തിൽ നിന്ന് ദേശീയപാത തകർന്നിരിക്കുന്നത്. ഈ ദേശീയപാത അവിടെ വളരെ ഉയരത്തിലാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അത് പൂർണ്ണമായി ഇടിഞ്ഞ് സർവീസ് റോഡും തകരുന്ന അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പോവുകയായിരുന്നു. കുട്ടികളടക്കം ഉണ്ടായിരുന്ന സ്കൂൾ ബസ് അടക്കം വരുന്ന സമയത്താണ് ഈ അപകടം നടന്നത്. 2-3 വാഹനങ്ങൾ, ഈ സ്കൂൾ ബസ് കൂടാതെ 3 കാറുകളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഈ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഇപ്പോൾ പൂർണ്ണമായും പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് നാട്ടുകാരടക്കം ചേർന്നുകൊണ്ട്. പക്ഷേ വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദേശീയപാത അത്തരത്തിൽ ഇടിച്ചു താന്നോടെ ആ റോഡിന്റെ ഈ 2 സൈഡും അതുപോലെ തന്നെ ഭൂമി താഴേക്ക് അടർന്നു മാറുന്ന അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വലിയ തടസ്സം ഇപ്പോഴുണ്ട്. വലിയ ഗതാഗത കുരുക്ക് ഈ സ്ഥലത്തെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഫയർഫോഴ്സിനോ മറ്റുള്ളവർക്കോ അവിടേക്ക് നിലവിൽ ഇപ്പോൾ പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ സി അടക്കം വ്യക്തമാക്കുന്നത്. എന്നാലും നിലവിൽ കാഷ്വാലിറ്റികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടത്തിന്റെ തോത് ഈ വലിയ രീതിയിൽ ആണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ദേശീയപാത ഈ തെക്കൻ കേരളത്തിൽ ഇത്ര വലിയ അപകടം സമീപ ദിവസങ്ങളിൽ എങ്ങും തന്നെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അത്ര വലിയ അപകടമാണ് മൈലക്കാട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു 500 മീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിൽ ദേശീയപാത പൂർണ്ണമായും ഇരുത്തി താഴേക്ക് മാറിയിരിക്കുകയാണ്. അത് എന്താണ് അപകടത്തിന്റെ കാരണം എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല.